ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സാറിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സ്ഥാപനങ്ങൾ SNDPയുടെ കീഴിലുള്ളതായാലും അല്ലാത്തതായാലും എയ്ഡഡ് സ്ഥാപനങ്ങൾ വേണമെന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനവും അല്ലെങ്കിൽ അതുമായി ചുറ്റിപ്പറ്റി പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് വിദ്യാഭ്യാസ നീതി ഒരു ഗവൺമെന്റിനും ശങ്കർ ശേഷം ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ശങ്കർ സാർ ഭരണത്തിരിക്കുന്ന കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമുദായം പ്രവേശിച്ചത്. ശങ്കർ സാർ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ട് 60 കൊല്ലത്തോളാകുന്നു ഭരണത്തിൽ നിന്ന് വിട്ടു. ഇതിനുള്ളിൽ SN ട്രസ്റ്റ് കിട്ടിയിട്ടുള്ള 3 കോളേജാണ്. ചെങ്ങന്നൂരും ചാത്തന്നൂരും ഷൊർണൂരും. ഇതിന് വന്ന എത്രയോ ഗവൺമെന്റുകൾ വന്നുപോയി. ചോദിക്കാഞ്ഞിട്ടല്ല. ഇതിന്റെ മലപ്പുറത്തൊരു കുട്ടിപ്പള്ളിക്കട പോലും ഇതായിരുന്നില്ല. തന്ന UDF കാലത്ത് ഒരു അപ്ഗ്രേഡ് ചെയ്ത സ്കൂള് പോലും അതിന്റെ തന്ന അനുവാദം തിരിച്ചെടുത്ത് കളഞ്ഞു. കുട്ടനാട് തന്നെ ഒരു സ്കൂൾ അനുവദിച്ചു തന്നിട്ട് പോലും അത് പിൻവലിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാ ഗവൺമെന്റിൽ നിന്നും വിദ്യാഭ്യാസ രീതി നമ്മുടെ സമുദായത്തിന് കിട്ടിയിട്ടില്ല. ഈ കാലയളവിൽ നിങ്ങൾ ബാക്കിയുള്ള സമുദായത്തിന് നോക്കിക്കോളൂ. ഒരുപാട് മേടിച്ചിട്ടുണ്ട്. കാരണം അധികാരത്തിൽ ഇരുന്നുണ്ട് ഒപ്പിട്ടെടുക്കുവാനുള്ള അധികാരമുള്ളവരെ അവരധികാരത്തിൽ കയറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരെ കയറ്റിക്കൊണ്ടുവന്ന് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ 2 സമുദായങ്ങളും ശങ്കറിന് ശേഷം 1 or 2 കൊല്ലം ബാക്കി സമുദായക്കാർ നിന്നിട്ട് ബാക്കി മുഴുവൻ കാലഘട്ടം ഈ 2 സമുദായമാണ് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തത്. അവരെല്ലാം ഒപ്പിട്ടെടുത്തു. ബാക്കിയുള്ളവർക്ക് നോക്കി നിൽക്കാൻ സാധിക്കും. നിവേദനമായിട്ടാണ്. നിവേദനവും പരിദേവനവുമായി അവസാനിച്ചു എന്നുള്ളതല്ലാതെ നമ്മുടെ എല്ലാം ഒരു പരിഗണിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്സിൽ കണ്ടില്ല. അവര് അന്നില്ല. ഒരവസരത്തിൽ സാർ പറഞ്ഞു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും മുസ്ലിം സ്ഥാപനങ്ങളിലുമാണ് ഒരു അച്ചടക്കം, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ഹൈന്ദവ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു അച്ചടക്കം നടക്കുന്നില്ല, വിദ്യാർത്ഥികളൊക്കെ തോന്നിയ പോലെയാണ്. ഞാൻ എടുത്തു പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ ഇടപെടാം എന്നുള്ള ഒരു ഇത്. അപ്പോ ആ ഒരു കാഴ്ചപ്പാട്, അതായത് പാശ്ചാത്യ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ പുലരുന്നതെന്ന് പറയാം. അത് കൂടുതൽ പറയുന്നത് ന്യൂജൻ എന്നുള്ള പേരിൽ എല്ലാം ഇപ്പൊ തന്നെ കൊല്ലം കോളേജ്, SN കോളേജ് ഏറ്റവും പഴക്കമുള്ള സാധാരണ കോളേജാണ് SN ട്രസ്റ്റ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡിന്റെ വ്യത്യാസമേ ഉള്ളൂ ഫാത്തിമ കോളേജിൽ. ആ ഫാത്തിമ കോളേജിൽ എന്ത് അച്ചടക്കത്തോടുകൂടി കുട്ടികൾ ഇരിക്കുന്നു, എന്ത് അച്ചടക്കത്തോടുകൂടി അധ്യാപകർ പഠിപ്പിക്കുന്നു. UGC പറയുന്ന നോംസ് അനുസരിച്ച് എല്ലാ ചിട്ടയും വട്ടത്തോടുകൂടി അധ്യാപകർ നിൽക്കുന്നു. പക്ഷെ ഇപ്പറേ എന്ന് സമരവും വഴക്കും. കടമകളെ പറ്റി ഓർമ്മയില്ല, അവകാശങ്ങളെ പറ്റി നല്ല ഓർമ്മയാണ് അധ്യാപകർക്ക്. ചെയ്യേണ്ട കടമ അവർക്കുള്ള ഇല്ല. അപ്പൊ അധ്യാപകരുടെ തന്നെയാണ് മെയിൻ അതില് പ്രശ്നം. അധ്യാപകർ ഒന്നിച്ചു നിന്നാൽ പിള്ളേർ ഇങ്ങനെ പോകും. ഇവിടെ തന്നെ SN കോളേജിൽ പ്രഥമാധ്യാപിക കുട്ടികളോട് കിടക്കണപ്പോ നിങ്ങൾ ബെഡ്റൂമിൽ കിടക്കണ പോലെ ഇങ്ങനെ നിങ്ങൾ കിടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഒരാണും പെണ്ണും കൂടെ ഗ്രൗണ്ടിൽ കിടക്കാൻ കോളേജ് ഗ്രൗണ്ടിൽ ആ കുട്ടികൾ ജനിച്ച ആ പ്രിൻസിപ്പലിനോട് നേരെ ചീത്ത പറയല്ലേ. ഇത് സാധാരണ കോളേജുകളിലേ നടക്കുള്ളൂ. നേരെ അപ്പുറം ഉണ്ടല്ലോ ഫാത്തിമ കോളേജ്, എന്ത് നടക്കാത്തത്? കാരണം അവിടെ ഒരു ചിട്ടയുണ്ട്. അവിടെ തൊടാൻ ഈ രാഷ്ട്രീയക്കാർക്കും ഭയമാണ്. അവർ പടിഞ്ഞാറുന്ന പങ്കായിട്ട് വരും ലത്തീൻകാര്. ഇവിടെ ആര് വരാനാണ്, ആര് ചോദിക്കാനാണ്? എന്നാൽ ഈ പാവങ്ങൾക്ക് ആശ്രയമായിട്ട് അഡ്മിഷൻ കിട്ടാൻ അവസ്ഥ ഈ കോളേജേ ഉള്ളൂ എന്നുള്ള വിചാരമെങ്കിലും വേണ്ടേ? പക്ഷെ ഇതൊക്കെ അവസാനം എന്താണ്? ഇവൻ കുറഞ്ഞ അഡ്മിഷൻ മാർക്കുള്ളവന് ഇവിടെ അഡ്മിഷൻ കിട്ടി, അവൻ അവിടെ നടന്ന് നേതാവായി തമ്മിലടിച്ച് വെട്ടും കുത്തും നടത്തി അവസാനം പഠിത്തം പൂർത്തിയാക്കാതെ, അതല്ല പഠിത്തം ജയിക്കാതെ പുറത്തുപോയി 6 മാസം കഴിയുമ്പോൾ റോട്ടിൽ അവൻ ഓട്ടോറിക്ഷയായി ഓടിച്ചു നടക്കണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ കയറിപ്പോവുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമുക്കൊരു കടമ, ഇത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാണ് പറയുന്നത്. ആ പ്രബുദ്ധരാകാനുള്ള ബോധം, രാഷ്ട്രീയ ബോധം കൂടിപ്പോയി. പ്രബുദ്ധരാകാനുള്ള ബോധം കുറഞ്ഞും പോയി. മറ്റുള്ളവരെ ചെറുപ്പത്തില് ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും അവരുടെ കുട്ടികളെ ചെറുപ്പത്തിൽ എങ്ങനെ ആയിരിക്കണം നിങ്ങളെന്നുള്ളതിനെ പറ്റി മതപാഠശാലകളിലും
എല്ലാം ക്ലാസ് കൊടുത്ത് അവരെ വളർത്തുക, ബോധവൽക്കരണം. ബോധവൽക്കരണം നടത്തുക. ഇവിടെ ആർക്കിരിക്കണ ബോധം? ഇവിടെ ഒരു പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആര് ചെല്ലാനാണ്? അതിന് താല്പര്യം രക്ഷകർത്താക്കുണ്ടോ? ചെല്ലാൻ പിള്ളേർക്ക് താല്പര്യമുണ്ടോ? ഇതൊന്നുമില്ല. ആ കൂട്ടായ്മയുടെ ബലമാണ് എന്നാണോ പറയുന്നത്? അതെ, അതുകൊണ്ടാണല്ലോ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇടത് വലത് രണ്ട് കക്ഷികൾ ഇപ്പൊ ആരെ തൃപ്തിപ്പെടുത്താനുണ്ടോ മത്സരം? ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എത്രയുണ്ട്? 1%. ഇവരെ തൃപ്തിപ്പെടുത്തിയ രാജ്യഭരണം കൈ കിട്ടും എന്നുള്ള വിചാരം കൊണ്ട് ഭൂരിപക്ഷത്തെ തള്ളിക്കൊണ്ട് ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്തുവാൻ ആഹമികായി ഇതിന്റെ കണ്ടില്ലേ ഒരു ബില്ല് പാസ്സാക്കിയല്ലേ ഇന്നലെ? ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ ബില്ല് പാസ്സാക്കിയത്? ഇടതും വലുതും ഒരേ മനസ്സോടുകൂടി പാസ്സാക്കി. പക്ഷെ ഈ പാസ്സാക്കുമ്പോൾ അത് ആരെയെല്ലാം എങ്ങനെയെല്ലാം കൊള്ളുന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അവർ ഒരു ഭാഗത്ത് മാത്രം തൃപ്തിപ്പെടുത്താൻ. അതേ സമയത്ത് നേരെ ഗണപതിയെ പറ്റി പറഞ്ഞു. അതിവിടെ ആരെങ്കിലും പ്രതികരിച്ചോ? അത് മിത്തായി. എന്നാൽ ആ മിത്താണെന്നുള്ളതിനെ പറ്റി ക്രിസ്ത്യാനിയെ പറ്റിയോ മുസ്ലിമിനെ പറ്റിയോ പറയാതെ ഹിന്ദുവിനെ പറ്റി മാത്രമല്ല പറഞ്ഞത്. അപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരണ ശേഷിയില്ല, അവൻ സംഘടിതരല്ല, അവന് മതവികാരമില്ല എന്നുള്ളതുകൊണ്ട് ഹിന്ദുവിനെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല. കെട്ടിത്തൂക്കി അമ്പലം നട കെട്ടിത്തൂക്കി കത്തിച്ചു കളയെന്ന് പറഞ്ഞ് അത് നടത്തില്ലേ? ഇത് മുസ്ലിം ഹിന്ദുവാണെന്നെങ്കിൽ കേരളത്തിൽ തീ കത്തിക്കല. പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പല കാര്യങ്ങളും ഇപ്പൊ ചെയ്തിപ്പോ കേരളം ഇവിടെ എത്തി പ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയല്ല. ചുരുക്കി പറഞ്ഞ ഒരു രാഷ്ട്രീയ തന്നെയാണ് നടക്കുന്നത്. മതങ്ങൾ തമ്മിലുള്ള മത്സരം അത് ഉച്ചസ്ഥായിലെത്തും എന്ന് തന്നെയാണോ പറയുന്നത്? അല്ലെങ്കിൽ അതെ, അതൊന്നും ഇല്ലാതാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. മതമൈത്രി ഉണ്ടാകണമെന്നാണ് ഈ കേരളം തന്നെ ഇങ്ങനെ പോണ ശ്രീനാരായണ ഗുരു ജനിച്ച് വളർത്തി ആ ഗുരുവിൻ്റെ ഒരു ദർശനം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് മതമൈത്രി ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. മറ്റുള്ളവരെല്ലാം കാണിക്കുന്നത് മതമൈത്രിയാണ്, മതവിദ്വേഷമല്ല കാണിക്കുന്നത്. ഈ മതവിദ്വേഷം കാണിച്ചിട്ടും ഒരു പ്രതികരിക്കാത്ത ഒരു വിഭാഗമായിട്ട് ഹിന്ദു വിഭാഗം നിൽക്കുന്നു എങ്കിൽ അത് ഗുരുദേവന്റെ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ളവരെ തൊട്ടാൽ എവിടെ എത്തും? ഇപ്പോഴത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ മണിപ്പൂർ പ്രശ്നം ഉണ്ടായപ്പോൾ ലോകമുണ്ടാകുന്ന മൊത്തം ക്രിസ്ത്യാനി ഒന്നായില്ലേ? ആയോ? തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടാലും കൊണ്ടാലും ഹിന്ദുക്കൾക്ക് മനസ്സിലാകില്ല. ഞാൻ എന്ത് ചെയ്യാനത്? ഞാൻ പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞൊന്നാകും. ബാക്കിയുള്ള 24 മണിക്കൂറും ജാതി പറഞ്ഞാലും അത് നീതി പറഞ്ഞതാകും. അപ്പൊ ഞാൻ വർഗീയവാദി, മറ്റവരെല്ലാം മിതവാദികളാകും.